നിറവിലേക്ക് സ്വാഗതം. നമുക്ക് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ദൃഷ്ടി ഉറപ്പിക്കാം. അത് അവിടുത്തെ പിതാവായ ദൈവത്തിന് എത്ര അമൂല്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. എന്തെന്നാൽ അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തപ്പെട്ടപ്പോൾ ലോകത്തിന് മുഴുവൻ അനുതാപത്തിൻ്റെ കൃപാവരം കൊണ്ടുവന്നു. വിശുദ്ധ ക്ലെമന്റ് ഓഫ് റോമിൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. സൗമ്യ ജെറോം ആലപിക്കുന്ന ഗാനമാണ് ആദ്യം.
റിജക്ഷൻ തെറാപ്പിയെക്കുറിച്ച് ബ്രദർ സിജു ആലഞ്ചേരിയാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. സ്നേഹമുള്ളവരെ, റിജക്ഷൻ തെറാപ്പി എന്നൊരു പുതിയ കോൺസെപ്റ്റ് ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന പലരും ഉണ്ടാകാം. റിജക്ഷൻ തെറാപ്പിയോ? വാസ്തവമാണ്, നമുക്ക് കിട്ടുന്ന നിന്ദനങ്ങളും റിജക്ഷൻസും അവഗണനകളുമൊക്കെ ഒരു തെറാപ്പിയായിട്ട്, ഒരു എന്താ പറയുക, മരുന്നായിട്ട്, ഒരു ചികിത്സാ രീതിയായിട്ട് പോലും വളരെ രസകരമായ ഒരു കോൺസെപ്റ്റാണ്. ഇത് ലോകത്തോട് ആദ്യമായിട്ട് പറഞ്ഞൊരു മനുഷ്യൻ്റെ പേരാണ് ജിയ ജിയാങ്. നിങ്ങൾക്കത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ജിയ ജിയാങ്. വളരെ രസകരമായ ചില നടപടികളിൽ കൂടിയാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് വ്യത്യസ്തമായി ലോകത്തോട് അവതരിപ്പിച്ചത്. ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. അദ്ദേഹം 100 ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി. ഡേ 1, ഡേ 2, ഡേ 3, അങ്ങനെ ഡേ 100, 100 ദിവസങ്ങൾ അദ്ദേഹം അടയാളപ്പെടുത്തി. ഈ 100 ദിവസങ്ങളിൽ ഓരോ ദിവസവും സ്വയം പരിഹാസ്യനാവാൻ, സ്വയം അവഗണിക്കപ്പെടുവാൻ, റിജക്റ്റഡ് ആകുവാനുള്ള 100 അവസരങ്ങൾ അദ്ദേഹം കൃത്രിമമായിട്ട്, ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിച്ചു. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ ദിവസം ചെയ്ത കാര്യം കേട്ടാൽ നമുക്ക് ചിരി വരും. വളരെ അപരിചിതനായ ഒരു വ്യക്തിയോട് $100 കടം ചോദിക്കുക. നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ ഏതാണ്ട് 7,500, 8,000 റുപ്പീസ് അടുത്ത് വരുന്നുണ്ട് ഒരു അമേരിക്കൻ ഡോളർ. ഒരിക്കലും പരിചയമില്ലാത്തൊരു വ്യക്തിയോട് $100 കടം ചോദിക്കുക, അദ്ദേഹത്തിൽ നിന്ന് റിജക്ഷൻ സ്വീകരിക്കുക, ഇല്ല എന്ന് കേൾക്കുക, ഇല്ല എന്ന് പറയപ്പെടുക, അല്ലെങ്കിൽ എനിക്ക് തരാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല, ഞാൻ തന്നാൽ, കടം തന്നാൽ അല്ലെങ്കിൽ തന്നാൽ തിരിച്ചു തരുമോ, എന്താണ് ഉറപ്പ്, ഇതുപോലെയുള്ള സംശയങ്ങൾ, റിജക്ഷൻസ്, അവഗണനകൾ, ശരിക്കും പറഞ്ഞാൽ അടി ചോദിച്ചു വാങ്ങുക. അതാണ് ഇങ്ങനെ 100 ദിവസങ്ങളിൽ അദ്ദേഹം പരിഹാസങ്ങൾ, റിജക്ഷൻസ് ചോദിച്ച് എരന്നു വാങ്ങിയ ഒരവസ്ഥ. പ്രിയപ്പെട്ടവർ, അതിനകത്ത് രസകരമായ ഒരു കണ്ടുപിടുത്തമുണ്ട്. ഡേ 1 ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഡേ 2, ഡേ 3, ഡേ 10, ഡേ 15, ഡേ 50, അങ്ങനെ 100-ാം ദിവസം അദ്ദേഹം ഒരു വലിയ ഫൈൻഡിങ്സ്, ഓരോ ദിവസത്തിൻ്റെയും റിജക്ഷൻസ്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അതിൻ്റെ റിസൾട്ട് എല്ലാം ഡോക്യുമെൻ്റ് ചെയ്തു. 100-ാം ദിവസം അദ്ദേഹം ലോകത്തോട് ഒരു വലിയ സിദ്ധാന്തമാണ്, സൈക്കോളജിക്കൽ ഒരു മെസ്സേജാണ് ലോകത്തിന് കൊടുത്തത്. ഈ 100 ദിവസത്തെയും സ്വയം പ്രഖ്യാപിത അല്ലെങ്കിൽ സ്വയം സൃഷ്ടിച്ചെടുത്ത അവഗണനയുടെ 100 ഇൻസിഡൻസിൽ കൂടി അദ്ദേഹം കുറച്ചുകൂടി എംപതറ്റിക് ആയിട്ട് മാറി, കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് മാറി, കുറച്ചുകൂടി സെൽഫ് കോൺഫിഡൻസ്, ഒരു ആത്മതൻ്റേടത്തിലേക്ക്, ഒരു ഫ്രീഡത്തിലേക്ക് വന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അതിന് ഇട്ട പേരാണ്, ജിയ ജിയാങ് ഇട്ട പേരാണ് റിജക്ഷൻ തെറാപ്പി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് 100 ദിവസങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ, ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില റിജക്ഷൻസ്, അവഗണനകൾ, പരിഹാസങ്ങൾ, നിന്ദനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തേടി വരുന്നുണ്ട്. ജിയ ജിയാങ് അത് കണ്ടുപിടിച്ചു. 100 ആർട്ടിഫിഷ്യലായിട്ട് അദ്ദേഹം ഉണ്ടാക്കി. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കേണ്ട അവസ്ഥകളൊന്നുമില്ല. എല്ലാം വന്നു ചേരുന്ന ചില റിജക്ഷൻസ് ഒക്കെ ഉണ്ട്, ചില നിന്ദനങ്ങളുണ്ട്, ചില സങ്കട അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, സൈക്കോളജി പറയുന്നു ഇതിനെല്ലാം നമ്മൾ ഒരു വേള ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുമായിട്ട് നമ്മുടെ റിജക്ഷൻസിനെ എല്ലാം മാറ്റിയാൽ അതിൻ്റെ പേരാണ് പോസിറ്റീവ് റിജക്ഷൻ തെറാപ്പി. ഇനി ഈ റിജക്ഷൻസിനെ, അവഗണനകളെ, സങ്കടങ്ങളെയെല്ലാം നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്താൽ അതിൻ്റെ പേരാണ് റിഗ്രറ്റ്, ഗിൽറ്റി കോൺഷ്യസ് അഥവാ കുറ്റബോധം. അതുകൊണ്ട് വളരെ അഡ്വൈസബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും, ഏത് പ്രായക്കാർക്കും അഡ്വൈസബിൾ ആയിട്ടുള്ള, ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു തെറാപ്പിയാണ്. വായിച്ചപ്പോൾ എനിക്കത് വളരെ മനോഹരമായിട്ട് തോന്നി. റിജക്ഷൻ തെറാപ്പി നമുക്കെല്ലാം അറിയാം. റിജക്ഷൻ തെറാപ്പി ജീവിതത്തിൽ പരിശീലിച്ച ഒരുപാട് വിശുദ്ധർ കത്തോലിക്ക സഭയിലുണ്ട്. ഓ സ്നേഹജ്വാലയേ എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭ കണ്ട, ചരിത്രം കണ്ട ഇത്രമാത്രം മിസ്റ്റിക്കായ ഒരു കവി വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ഇരുണ്ടറയുടെ, അവഗണനയുടെ, പരിഹാസത്തിൻ്റെ,
സംശയത്തിൻ്റെ ഇരുണ്ടറയിൽ സുപ്പീരിയേഴ്സ്, കൂടെയുള്ളവർ, അധികാരികളെല്ലാം ഇനി പുറം ലോകം പോലും കാണരുത്, കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സംശയത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ഒക്കെ മുൾമുനയിൽ നിർത്തി ആ ഇരുണ്ട രാത്രികളിൽ കൂടി കടന്നു പോയപ്പോഴാണ് ചരിത്രത്തിൽ ഏറ്റവും വിലപ്പെട്ട ചില മുത്തുകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ കോർത്തെടുക്കാൻ പറ്റിയത്. ഒരുപക്ഷെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്, ഇത്രമാത്രം ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും തമ്മിൽ പ്രണയാർദ്രമായിട്ട്, ശരിക്കും ഒരു ആൺ പെൺ, ഒരു സ്ത്രീ പുരുഷ പ്രേമത്തിൻ്റെ പ്രണയത്തിൻ്റെ കാവ്യം പോലെ സ്വന്തം ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ഇത്രമാത്രം ലയിപ്പിച്ച് കവിതകൾ എഴുതിയ ഒരു മിസ്റ്റിക് കവി പ്രിയപ്പെട്ടവരെ ഈ ജോൺ ഓഫ് ദ ക്രോസിനെ പോലെ ചരിത്രത്തിൽ ആരും ഉണ്ടായിട്ടില്ല. എന്താണ് സത്യം? എങ്ങനെയാണ് കിട്ടിയത്? അധികാരികൾ കൊടുത്ത റിജക്ഷൻസ്, മറ്റുള്ളവർ മനസ്സിലാക്കാതെ പോയപ്പോൾ, സംശയിച്ചപ്പോൾ, പഴി പറഞ്ഞപ്പോൾ, മാറ്റി നിർത്തിയപ്പോൾ, ഒറ്റപ്പെടുത്തിയപ്പോൾ, കുറ്റപ്പെടുത്തിയപ്പോൾ, ഒറ്റുകൊടുത്തപ്പോഴെല്ലാം ഈ റിജക്ഷനെ, പരിഹാസങ്ങളെ, അവഗണനകളെ അദ്ദേഹം ശരിക്കും ഒരു പോസിറ്റിവിറ്റിയിൽ, ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ, ഒരു പ്രത്യാശയിൽ മുൻപോട്ട് നയിച്ചപ്പോൾ, അല്ലെങ്കിൽ മുൻപോട്ട് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു റിജക്ഷൻ തെറാപ്പിയായിട്ട് എന്തുമാത്രം, ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിൽ കൂടെ വസിച്ച, കൂടെ താമസിച്ച എല്ലാ മനുഷ്യരെക്കാൾ, ആ ഒരു സെമിനറിയുടെ ആവൃത്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ മനുഷ്യരെയും കാൾ ഫ്രീഡം ആസ്വദിച്ച ഒരു മനുഷ്യനായിരുന്നു ആ കാലത്ത് പ്രിയപ്പെട്ട ജോൺ ഓഫ് ദ ക്രോസ്. തടവറയിലായിരുന്നെങ്കിൽ പോലും ഫ്രീഡം ഒരു വൈരുദ്ധ്യമാണല്ലേ. തടവറയിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഫ്രീഡം? പ്രിയപ്പെട്ടവരെ, ഫ്രീഡം എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ ഫ്രീഡമാണ്. ശരീരം ശരിക്കും ജയിലറയിലാണെങ്കിലും തടവറയിലാണെങ്കിലും ആരും മനസ്സിലാക്കുന്നില്ലെങ്കിലും ആത്മാവിൽ ഒരു ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു റിജക്ഷൻ തെറാപ്പി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ആധുനിക യുഗത്തിൽ ജിയാങ് എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തോട് പറഞ്ഞത്. ജീവിതത്തിൽ കിട്ടുന്ന, നമ്മളൊന്നും തേടിപ്പോവേണ്ട, നമ്മൾ ആഗ്രഹിക്കാതെ തേടിപ്പോവാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട്. ശരിയല്ലേ? ചില തെറ്റിദ്ധാരണകൾ, ഇപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ആരുമാവട്ടെ, നിങ്ങൾ അറിയാതെ, നിങ്ങൾ തേടിപ്പോകാതെ നിങ്ങളെ തേടി വരുന്ന ചില ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ, പരിഹാസങ്ങൾ, സംശയമുനകൾ, മനസാവാച പോലും അറിയാത്ത, എന്നാൽ അതിൻ്റെ പേരിൽ ഒരുപാട് നീറുന്ന ഒരുപാട് അവസ്ഥകൾ നമുക്കുണ്ടായിട്ടില്ലേ? പ്രിയപ്പെട്ടവർ, ഇവിടെ ദൈവത്തിൻ്റെ വചനം ഒരു വലിയ ശക്തിയാണ്. മനസാക്ഷി കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നീതീകരണമുണ്ട്. നമുക്കെല്ലാം അറിയാം, വിശുദ്ധനായ പാദ്രേ പിയോ പരിശുദ്ധ കുർബാന പോലും വിലക്കിക്കൊണ്ട്, പരിശുദ്ധ കുർബാനയോ കൗദാശിക ജീവിതങ്ങൾ പോലും പരസ്യമായിട്ട് ചെയ്യരുത്, പരിശുദ്ധ കുർബാന വിലക്കിക്കൊണ്ട് ഇതുപോലെ റിജക്ഷൻ്റെ, സംശയത്തിൻ്റെ, പരിഹാസത്തിൻ്റെ തടവറയിൽ ഇട്ട ഒരു മനുഷ്യൻ. പക്ഷെ ഒന്നും പരാതി പറഞ്ഞില്ല. വളരെ സന്തോഷത്തോടെ ദൈവം അനുവദിച്ച ഈ പറയുന്ന റിജക്ഷൻസിനെ, അവഗണനകളെല്ലാം വളരെ പോസിറ്റീവായി, വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ, ഒരു പ്രത്യാശയിൽ കണ്ടതുകൊണ്ടാണ് നമുക്കെല്ലാം അറിയാം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശോ മിശിഹായുടെ പഞ്ചക്ഷതങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ. മരിച്ചിട്ടും അഴുകാത്ത ശരീരവുമായിട്ട് ഇപ്പോഴുമുള്ള ഒരു അത്ഭുത ജീവിതം, ഒരു വിശുദ്ധൻ, വിശുദ്ധനായ പാദ്രേ പിയോ. നമുക്കെല്ലാം അറിയാം പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, ഈ ജോൺ ഓഫ് ദ ക്രോസ്, ഈ വിശുദ്ധനായ പാദ്രേ പിയോ, അവരുടെ സുപ്പീരിയേഴ്സ് എന്ന് മാത്രമേ ചരിത്രത്തിൽ പോലും രേഖകളുള്ളൂ. അവരാരാണെന്ന് പോലും, പേരുകൾ പോലും ചരിത്രത്തിൽ അധികം പറയുന്നില്ല. പക്ഷേ എന്തുമാത്രം റിജക്ഷൻസ് വാങ്ങേണ്ടി വന്നോ, എന്തുമാത്രം സങ്കടങ്ങളിൽ കൂടി, സഹനങ്ങളിൽ കൂടി കടന്നുപോയോ, ഈ വ്യക്തികളുടെ പേര് ലോകത്ത് എന്നും ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകും, ലോകത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും. അതാണ് ഈ റിജക്ഷൻ തെറാപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കെല്ലാം അറിയാം, ലാബാനും യാക്കോവും, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട പെണ്ണിനു വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ചരിത്രത്തിലുണ്ടാകുമോ? ഇഷ്ടപ്പെട്ട പെണ്ണിനു വേണ്ടി അമ്മായിപ്പൻ ഇളയതിനെ കാണിക്കുന്നു, മൂത്തതിനെ കാണിക്കുന്നു, അവസാനം കളിപ്പിക്കുന്നു. ഇനി ഇഷ്ടപ്പെട്ടതിനെ കിട്ടണമെങ്കിൽ വീണ്ടും വീണ്ടും നീ അധ്വാനിക്കണം, വയലിൽ ആടുമാടുകൾക്കിടയിൽ. അങ്ങനെ ശരിക്കും അമ്മായിപ്പൻ ലാബാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രമാത്രം കഷ്ടപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരൻ ചരിത്രത്തിലില്ല ശരിക്കും. പക്ഷെ ഒരു രാത്രി ദൈവത്തിൻ്റെ ദൂതൻ ഈ യാക്കോബിനോട് പറയുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, റിജക്ഷൻസിൽ കൂടി ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ ചെയ്ത കാര്യങ്ങൾ ആരും അംഗീകരിക്കുന്നില്ലല്ലോ,
എത്രമാത്രം ചെയ്തിട്ടും അതെല്ലാം എല്ലാവരും തമസ്കരിക്കുകയാണല്ലോ, തിരസ്കരണമാണല്ലോ എന്നുള്ള നീറുന്ന വേദനയുമായിട്ട് ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ യാക്കോബിനോട് സ്വർഗം പറഞ്ഞ ഒരു വലിയ സദ്വാർത്തയുണ്ട്. അത് മറ്റൊന്നുമല്ല, ലാബാൻ നിന്നോട് എന്തു ചെയ്തുവെന്ന് സ്വർഗം കണ്ടിട്ടുണ്ട്. നിന്നെയും കണ്ടിട്ടുണ്ട്, ലാബാനെയും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ച് നോക്കിയാൽ ഈ ലാബാനെ ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ പോലും ഓർത്തത്. ആ പേര് പോലും ഞാനിപ്പോൾ പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. പക്ഷേ ഈ യാക്കോബിനെ നമ്മൾ ഇന്ന് രാവിലെയും സ്മരിച്ചു. എന്ത്? പരിശുദ്ധ കുർബാനയിൽ. ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ ലാബാൻ്റെ പേരൊന്നുമില്ല, പക്ഷെ യാക്കോബിൻ്റെ പേരുണ്ട്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ. ഇതാണ് റിജക്ഷൻ തെറാപ്പിയിൽ കൂടി കടന്നു പോകുന്നവരെല്ലാം ഒന്നുകിൽ വിശുദ്ധരായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്മരണ എന്നും നിലനിൽക്കുവോളം ദൈവം അവരെ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മിസ്റ്റിക്, നമ്മുടെ പ്രിയപ്പെട്ട ജോൺ ഓഫ് ദ ക്രോസ്, എന്തുമാത്രം ഇതുപോലെ ഇരുണ്ട രാത്രികളിൽ കൂടി കടന്നു പോയപ്പോഴും ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തി അനേകം ആത്മാക്കൾക്ക് വലിയ ഒരു സാന്ത്വനം കൊടുത്ത ഒരു മഹനീയ വ്യക്തിത്വം വിശുദ്ധനായ പാദ്രേ പിയോ. ചരിത്രം പറയുന്നു, അദ്ദേഹത്തിൻ്റെ അന്നും ഇന്നും കാണാനും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ കുർബാനയിൽ കുമ്പസാരത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും വീണ്ടും അറിയാം. വിശുദ്ധ ജോൺ വിയാനി പുണ്യവാളൻ കഴുത എന്നാണ് എല്ലാവരും വിളിച്ച് അഭിസംബോധന ചെയ്തത്. കഴുത, ഒന്നിനും കൊള്ളാത്തവൻ, ഗുഡ് ഫോർ നത്തിങ്. ഈ ചെറുക്കനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനാണ് അധികാരികൾ നോക്കിയത്. അവസാനം അവിടുത്തെ ലോക്കൽ ബിഷപ്പ്, സ്ഥലത്തെ ബിഷപ്പ് വിദ്യാർത്ഥികളെ കാണാൻ വന്നപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട റക്ടറച്ചൻ പറഞ്ഞു, ഇവിടെ ഒരു പാഴ് ജന്മമുണ്ട്, ഒന്നിനും കൊള്ളാത്ത, എത്രയും പെട്ടെന്ന് പുറത്താക്കാൻ ഞങ്ങൾ ഇങ്ങനെ ധൃതി പിടിക്കുന്ന പിതാവിൻ്റെ അനുവാദത്തിന് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഒന്നിനും കൊള്ളാത്ത ഒരു കഴുതയുണ്ട്, ഇവൻ്റെ പേരാണ് ജോൺ മരിയ വിയാനി. എന്തോ ദൈവാത്മാവ് പ്രേരിപ്പിച്ചിട്ട് ആ ബിഷപ്പ് ചോദിച്ചു, ഇവന് വേറൊരു കഴിവുമില്ലേ? ഇവനെ പറഞ്ഞു വിടാതിരിക്കാൻ ഒന്നും നിങ്ങൾ കാണുന്നില്ലേ? പിതാവ് ഒന്നുമില്ല. മറ്റ് വിദ്യാർത്ഥികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കാൻ പിറകിൽ സ്ലോ ലേണറാണ്. അങ്ങനെ ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ 99 കുറ്റങ്ങൾ പറഞ്ഞപ്പോൾ എന്തോ റക്ടർ പറഞ്ഞു, ഒരു കാര്യം മാത്രം നോട്ടീസ് ചെയ്തിട്ടുണ്ട്, അവൻ കണ്ടമാനം ജപമാല ചൊല്ലും, കുത്തിയിരുന്ന് കൊന്തയില്ലും. പെട്ടെന്നാണ് ബിഷപ്പ് പറഞ്ഞത്, മതി മതി മതി. അതുകൊണ്ട് കൊന്ത ചൊല്ലുന്നു, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ജപമാല ചൊല്ലുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പിടിച്ച് നിർത്തപ്പെട്ട ഒരു സെമിനറി വിദ്യാർത്ഥിയുടെ പേരാണ് പിന്നീട് വിശുദ്ധനായ ജോൺ മരിയ വിയാനി പുണ്യവാളൻ. പ്രിയപ്പെട്ട നമുക്കെല്ലാം അറിയാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന 4.5 ലക്ഷത്തിലധികം വരുന്ന കത്തോലിക്ക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായിട്ട് സ്വർഗം ഉയർത്തിയ ഒരു മനുഷ്യൻ്റെ പേരാണ് റിജക്ഷൻസിൽ കൂടി, പരിഗണനയില്ലാതെ അവഗണനയിൽ കൂടി മാത്രം വളർന്നു വന്ന, എല്ലാവരാലും വെറുക്കപ്പെട്ട ആ ജീവിതം. പക്ഷേ സ്വർഗം കണ്ടു. ലാബാനെയും കണ്ടിട്ടുണ്ട്, യാക്കോബിനെയും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും സ്വർഗം കാണുന്നുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന റിജക്ഷൻസ് ഒന്നും നഷ്ടമായിട്ട് നിങ്ങൾ കരുതരുത്, മറിച്ച് എല്ലാത്തിനെയും ഒരു ലാഭമായിട്ട് കാണുക. കാരണം ആ റിജക്ഷൻസിൽ കൂടി സ്വർഗം നിങ്ങൾക്കൊരു വലിയ മുദ്ര, സ്വർഗം നിങ്ങൾക്കൊരു വലിയ പരിഗണന നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് റിജക്ഷൻ തെറാപ്പി. കിട്ടുന്ന എല്ലാ റിജക്ഷൻസിനെയും പോസിറ്റീവായി ദൈവാത്മാവിനോട് ചേർന്ന് വലിയ നിധികളായി, വലിയ സമ്മാനങ്ങളായിട്ട് മാറ്റിയെടുക്കുക. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കും. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. പോസിറ്റീവ് വൈബ്സിൽ നിഷ ചേച്ചി റെഡിയാണ്. ഇന്നൊരു കഥയാണ് നമ്മളുമായി പങ്കുവെക്കുന്നത്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു രാജാവിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് 2 കഴുകൻ കുഞ്ഞുങ്ങളെ സമ്മാനിച്ചു. റെയറായ ഇനത്തിൽപ്പെട്ട വളരെ കരുത്തുറ്റ 2 കഴുകൻ കുഞ്ഞുങ്ങളായിരുന്നു അത്. കഴുകന്മാരെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രാജാവ് അവയെ പ്രത്യേകം പരിശീലിപ്പിക്കുവാനായി ഒരു പരിശീലകനെയും നിയോഗിച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് കഴുകൻ കുഞ്ഞുങ്ങളെ കാണാനും അവയ്ക്ക് സംഭവിച്ചിട്ടുള്ള പുരോഗതി വിലയിരുത്താനുമായി രാജാവ് അവയെ സന്ദർശിച്ചു. കഴുകൻ കുഞ്ഞുങ്ങൾ
ശക്തരായി വളർന്ന് നല്ല കരുത്തുറ്റ കഴുകന്മാരായിട്ടുണ്ടായിരുന്നു. കഴുകന്മാർ ഉയർന്നു പറക്കുന്നത് കാണാൻ രാജാവ് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പരിശീലകൻ പറക്കുവാനുള്ള സിഗ്നൽ കൊടുത്തു. 2 കഴുകന്മാരിൽ ആദ്യത്തെ കഴുകൻ വളരെ ഉയരങ്ങളിലേക്ക് പറന്ന് ആകാശത്തിൽ സ്വതന്ത്രമായി വിഹരിച്ചു. അതേസമയം രണ്ടാമത്തെ കഴുകനാകട്ടെ ഒരു അല്പദൂരം മാത്രം പറന്ന് തിരിച്ചു വന്ന് താനിരുന്ന മരക്കൊമ്പിൽ ഇരിപ്പുറപ്പിച്ചു. പലതവണ സിഗ്നൽ കൊടുത്തെങ്കിലും ഇത് തന്നെ ആവർത്തിച്ചു. ഒന്നാമത്തെ കഴുകൻ വളരെ ഉയരങ്ങളിൽ പറക്കുകയും രണ്ടാമത്തെ കഴുകൻ അല്പദൂരം മാത്രം പറന്ന് തിരിച്ചു വന്ന് തൻ്റെ കൊമ്പിൽ സുഖമായിരിക്കുകയും ചെയ്തു. ഇത് കണ്ട രാജാവ് ആശ്ചര്യപ്പെട്ടു. 2 കഴുകന്മാരും ഒരുപോലെ കരുത്തന്മാരായിരുന്നിട്ടും 2 പേർക്കും ഒരേ തരത്തിലുള്ള പരിശീലനം ലഭിച്ചിട്ടും ഒന്ന് ഉയർന്നു പറക്കുകയും ഒന്ന് പറക്കാനേ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. പരിശീലകനോട് കാരണം ആരാഞ്ഞപ്പോൾ പരിശീലകൻ രാജാവിനെ അറിയിച്ചത് അദ്ദേഹം എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും രണ്ടാമത്തെ കഴുകനെ പറപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. 2 കഴുകന്മാരെയും ഏറെ സ്നേഹിച്ചിരുന്ന രാജാവ് ഇങ്ങനെ ഒരു വിളംബരം പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ കഴുകനെ ആദ്യത്തെ കഴുകനെ പോലെ ഉയരങ്ങളിൽ പറക്കാനായി പരിശീലിപ്പിക്കുന്ന വ്യക്തിക്ക് സ്വർണ്ണ നാണയങ്ങളും നിരവധി സമ്മാനങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഒരുപാട് വിദഗ്ധരായ പരിശീലകരും പണ്ഡിതരും ഒക്കെ വന്ന് കഴുകനെ പറപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും എല്ലാവരും പരാജയപ്പെട്ടു മടങ്ങി. കുറേ നാളുകൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം 2 കഴുകന്മാരും ഒരുപോലെ ആകാശത്തിൻ്റെ ഉയരങ്ങളിൽ പറന്നുയരുന്നത് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അന്വേഷിച്ചപ്പോൾ രാജസന്നിധിയിലേക്ക് ആനയിക്കപ്പെട്ടത് ഒരു പാവപ്പെട്ട കർഷകനായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഈ കഴുകനെ പറപ്പിച്ചത് എന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞ മറുപടി വളരെ ലളിതമായിരുന്നു. ഞാൻ നേരെ ചെന്ന് ആ കഴുകൻ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കൊമ്പ് മുറിച്ചു മാറ്റി. അപ്പോൾ അത് ഉയരങ്ങളിലേക്ക് പറക്കുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മളിരുന്ന കൊമ്പുകൾ മുറിക്കപ്പെട്ട അവസരങ്ങൾ ഏറെയുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ചില സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ, അവിടെ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥകൾ ആദ്യം നമുക്കത് ഉപദ്രവമായും അനീതിയായും ഒക്കെ തോന്നിയേക്കാം. പക്ഷേ അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നതിനും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നിറവേറ്റുന്നതിനുമാണ്. ഒരിക്കൽ പഴയ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു വരുമ്പോഴായിരിക്കും, തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുവാനായാണ് നമ്മൾ ഇരിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന പല കൊമ്പുകളും മുറിച്ചു മാറ്റപ്പെട്ടത് എന്ന്. നമുക്ക് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ദൃഷ്ടി ഉറപ്പിക്കാം. അത് അവിടുത്തെ പിതാവായ ദൈവത്തിന് എത്ര അമൂല്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. എന്തെന്നാൽ അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തപ്പെട്ടപ്പോൾ ലോകത്തിന് മുഴുവൻ അനുതാപത്തിന്റെ കൃപാവരം കൊണ്ടുവന്നു. വിശുദ്ധ ക്ലെമന്റ് ഓഫ് റോമിന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.